അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് അനീത്ത് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ഫുഡാണ് കേട്ടോ. നമുക്ക് ഉച്ചക്കൊക്കെ ചിക്കൻ അനീത്താണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിലേക്കുള്ള ചട്നിയാണ് ഇട്ടത്. പിന്നെ ചിക്കൻ അനീത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു 3/4 കിലോ ഫ്രൈഡ് റൈസിൻ്റെ അരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെളുത്ത അരിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതേമാതിരി 3/4 കിലോ ചിക്കനുണ്ട്. ചെറിയ പീസാട്ടോ ചിക്കൻ. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ പീസാക്കി കൊടുക്കുന്നതാണ്. പിന്നെ 3 സവാള, ഒരു ക്യാപ്സിക്കം, ചെറിയ 3 തക്കാളി കേട്ടോ. പിന്നെ 2 മാഗി ക്യൂബ്, കുറച്ച് ഇങ്ങനെ കറാമ്പൂവ്, അതുപോലെ ഏലക്കായ്, 1 സ്പൂണ് ചെറിയ ജീരകം, ഒരു വലിയ സ്പൂണ് കുരുമുളക്. ഇതാണ് ഇതിലേക്കുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് ഈ അരി നല്ലൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഈ ഒരു പാത്രത്തിൻ്റെ ഈ വരക്കൊപ്പാണ് ഈ അരി ഉള്ളത്. അപ്പം നമുക്ക് അതിലേക്ക് ആ വെള്ളം അളന്നെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നമുക്കിനി അത് വേറെ പാത്രത്തിൽ കഴുകി വെക്കട്ടോ. വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമുക്ക് നമ്മളിതുണ്ടാക്കി കഴിയുമ്പോഴത്തേനും കുറച്ച് നേരം വെള്ളത്തിൽ ഒരു 1/2-3/4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ അരി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതിനാണ് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബിരിയാണീൻ്റെ മാതിരി ചപ്പും പുതിന, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരി നല്ല കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ജീരകവും കുരുമുളക്, ഏലക്കായും കറാമ്പും കൂടെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഇതിന് പിന്നെ കൊത്തമ്പാലി ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ പച്ച കൊത്തമ്പാലി ഇല്ല. അപ്പോൾ ഇതൊക്കെ വറുത്തതിന് ശേഷം ഞാൻ കൊത്തമ്പാലിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാതും കൂടെ ഒന്ന് വറുത്തെടുക്കട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ വറുത്തെടുക്കട്ടെ. എന്നിട്ട് ഇത് നല്ല ചൂടായി ഒരു സ്മെല്ല് ഇങ്ങോട്ട് വരുന്ന നേരത്തെ നമുക്ക് തീ ഓഫാക്കി കൊടുക്കണം. എന്നിട്ട് ആ തീ ഓഫാക്കി അതിലേക്കാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ രണ്ടും കരിഞ്ഞ് പോകും. അതുകൊണ്ടാണ് ആദ്യം ഇട്ട് കൊടുക്കാത്തത്. പച്ചക്കൊത്തമ്പാലി ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നല്ല ഇതായിട്ടുണ്ട്, സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. 1 സ്പൂണും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 സ്പൂണിൻ്റെ അടുത്ത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചൂടുള്ള ചട്ടിയിൽ വെച്ചിട്ട് ഇതൊക്കെ നല്ല ചൂടുണ്ടാവുമല്ലോ, ഏലക്കായും കറാമ്പൂവും കുരുമുളകൊക്കെ. അപ്പോൾ എല്ലാതും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഇളക്കുമ്പോൾ അതൊന്ന് നല്ല ചൂടാവും കേട്ടോ. ഇതിങ്ങനെ വറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാതും കൂടെ ചൂടായതേ. നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ലോർത്ത് ചൂടായിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഞാൻ പാത്രത്തിൽ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാറട്ടെ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചു കൊടുക്കാം. നമുക്കിനി അടുത്തത് പൊടിച്ച് കൊടുത്തിട്ട് ചെമ്പട്ടിയിൽ ചിക്കനൊക്കെ ഇങ്ങനെ നിരത്തി വെക്കണം. ഞാൻ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പീസ് ഓരോന്നും നമുക്ക് ഇങ്ങനെ ഓരോന്നും ആ ചെമ്പട്ടിയിൽ ഇങ്ങനെ നിരത്തി കൊടുക്കട്ടെ. എന്നിട്ട് നമ്മൾ ഈ പൊടിച്ച് കൊടുന്ന ഈ പൊടി അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താണ്ട് 2 മാഗി ക്യൂബും അതിലേക്ക് ഇട്ടാണ്ട് പിന്നെ കുറച്ച് അത് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, കാരണം നമ്മളെ ചോറിൻ്റെ ഇതിലേക്ക് വേവിക്കുമ്പോൾ അതിലേക്ക് ചേർക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അധികം ഞാൻ വെള്ളം ഒഴിക്കും കേട്ടോ. എന്നാലും വെന്ത് കഴിഞ്ഞാലും നമുക്ക് വെള്ളം വേണ്ടേ. അതിൻ്റെ മസാലകളൊക്കെ ഈ വെള്ളത്തിലാവുമല്ലോ. അപ്പോൾ ഈ പൊടി ഇത്ര ഉണ്ട് കേട്ടോ പൊടിച്ചപ്പോൾ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലിട്ട് അതിങ്ങനെ വറുത്ത് പൊടിച്ചപ്പോഴേ എല്ലാതും കൂടെ
ഇതാണ് ഈ ചോറിൻ്റെ ടേസ്റ്റ് കിട്ടണത്. ഈ മസാലേൻ്റെ ടേസ്റ്റാണ്. നമ്മൾ വേറെ മസാലകളൊന്നും അങ്ങനെ ഇടൂലല്ലോ. അപ്പോൾ 2 മാഗി ക്യൂബാണ് ഞാൻ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഈ കിടന്ന് അങ്ങനെ ഇതായിക്കോളും. ഞാൻ ഇതിനാവശ്യത്തിലുള്ള കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. നമുക്ക് ഇടയ്ക്കൊന്ന് മറിച്ച് കൊടുക്കാം, എന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്താൽ മതി. തോനെ വെള്ളം വെക്കണോണ്ടേ നല്ല ചിക്കൻ അധികം കിടന്ന് പോകും ചെയ്യും. നല്ല വെന്തതിന് ശേഷം എടുക്കാൻ പറ്റുള്ളൂ. കാരണം പിന്നെ നമ്മൾ ദമ്മിടാനൊന്നും ഇടൂലല്ലോ. ഒന്നിങ്ങനെ ഫ്രൈ ആക്കി എടുക്കും ലാസ്റ്റ്, അത് മാത്രം ചെയ്യുള്ളൂ. ഞാൻ ഇതിന് അരപ്പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മൾ അരി അളന്നെടുത്തിരുന്നത്. അപ്പോൾ അതിന് പിന്നെ അരപ്പാത്രം വെള്ളം ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ബാക്കി അതിൽ തന്നെ ഉണ്ട്. ഇതൊന്ന് നല്ലൊന്ന് കിടന്ന് വേവട്ടെ കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ തുറന്ന് നോക്കിയാണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യും. നമുക്ക് ഇനി വേണ്ട ഒക്കെ നല്ല കിടന്ന് വേവുണ്ട്. പിന്നെ വെന്തിട്ടൊന്നുമില്ല, ഇനിയും വേവാണ്ട് കേട്ടോ. ഒന്നിങ്ങനെ മറിച്ച് കൊടുക്കുകയാണ്. ഓരോന്നിങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്തുകൊണ്ട് പിന്നെ അതേമാതിരി തന്നെ മൂടി വെക്കട്ടോ. അങ്ങനെ നമ്മൾ കുക്കറൊന്നല്ലല്ലോ, ചെമ്പട്ടിയിട്ടല്ലല്ലോ വേവിക്കണേ. പിന്നെ കുറച്ച് നേരം പിടിക്കും ഇതൊന്ന് വേവാൻ. കുക്കറിലാണെങ്കിൽ പിന്നെ 2 വിസിലടിച്ചാൽ വെന്തിട്ടും. അപ്പം നമ്മൾ ഇത് ഒഴിച്ചിട്ട് പിന്നെ ഇതിൽ തന്നെയാണ് നമ്മൾ പിന്നെ ചോറ് തിളപ്പിക്കുക കേട്ടോ. തിളപ്പിക്കുകയല്ല, വേവിച്ച് വറ്റിക്കൽ. അപ്പോൾ നമ്മൾ വെള്ളം അളന്നിട്ടാണ് അത് വേവിക്കെടുക്കുക. അപ്പോൾ ഉണ്ടാകും നമ്മളത് ഒരു ഇതൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുമുണ്ട്. മസാലയൊക്കെ നല്ല ചിക്കനിൽ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല വെന്ത് ശരിയായി വന്നിട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ വെന്തിക്കണമെന്നുള്ള. ഒരു ഇതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി വേവിക്കൂലല്ലോ. അപ്പോൾ വേവ് ആദ്യം തന്നെ കണക്കാക്കി വേവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിന്നുന്ന നേരത്ത് ആകെ ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഓരോ പീസ് കൊടുത്ത് മാറ്റി കൊടുക്കട്ടെ. നമ്മൾ ചിക്കൻ പീസ് ചെറുതാട്ടോ. കാരണം നമ്മളിത് ഉണ്ടാക്കാനിച്ചിട്ടല്ല വാങ്ങിയത്. ചിക്കന് എന്തെങ്കിലും ഉണ്ടാക്കുക, കറി എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കൂടുന്നത്. പിന്നെ വിചാരിച്ച് എന്നും കറിയോ ബിരിയാണിയോ മന്തിയൊക്കെ അല്ല ഉണ്ടാക്കണത്. അപ്പം ഇങ്ങനെ ചോറുണ്ടാക്കാമല്ലോ ഉള്ളതിലാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ അനിയത്ത് തന്നെ ചോറ് ഒരുവിധ ആൾക്കാരൊന്നും നമ്മളവിടെ ഉണ്ടാക്കലില്ല. അപ്പോൾ അറിയാത്തവരൊന്നും ഉണ്ടാക്കുകയും ചെയ്തോട്ടെ. നല്ല ടേസ്റ്റ് ഉള്ള ചോറാട്ടാ. വലിയ മസാലകളൊന്നും ഇല്ലാനും പിന്നെ അങ്ങനെ മടുക്കാനുള്ളതൊന്നും ഇല്ല. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വേഗം ഉണ്ടാക്കുകയും ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളത് ഉണ്ടാക്കട്ടെ. അപ്പോൾ എല്ലാതും ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് പൊറുക്കി വെച്ചിട്ട് ഞാനിത് പിന്നെ ഈ അരി അളന്ന പാത്രത്തിൽ തന്നെ ഈ ദോയിക്കൊട്ട ഈ ഇറച്ചി വേവിച്ച വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പോരാത്ത ബാക്കി വെള്ളം ചേർക്കുള്ളൂ. ചേർത്തിട്ട് നമുക്ക് ഈ ചെമ്പട്ടി തന്നെ നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചിട്ട് ഈ ചെമ്പട്ടിൻ്റെ ഉള്ളൊന്നും ഇങ്ങനെ ചുഴറ്റിയെടുക്കും. നല്ലൊന്നും ഓർമ്മയില്ല, കാരണം ഇനിയിപ്പോൾ ഇപ്പം തന്നെ വെക്കാൻ പോവുമല്ലേ. നമുക്കിതൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കട്ടെ. സ്റ്റോക്ക് ഉണ്ടെങ്കിലാണ് നമ്മളെ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിക്ക് പാകത്തിന് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആ വരൻ്റെ ഒപ്പാട്ടാ വെള്ളം വേണ്ടി. അപ്പോൾ ഞാൻ ചെമ്പട്ടി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. അല്ലാതെ ഓയിലിനും നെയ്യിനൊന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് നമ്മൾ മീനൊക്കെ പൊരിക്കണ ഓയിലിൻ്റെ ആവശ്യം ഇതിന് വരണുള്ളൂ. അതുകൊണ്ട് ഈ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഈ ചോറ്. അല്ലാതെ എണ്ണ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അതേ സാധനം തന്നെ, മല്ലിപ്പൊടി ഇല്ല എന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അത്രത്തൊന്നും ഇല്ല, കുറേശ്ശെ എല്ലാതും കൂടെ ഒന്ന് ഈ എണ്ണയിലിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കട്ടോ. അത് പൊട്ടി വരുന്ന നേരത്തെ നമുക്ക് നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അധികം ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലൊന്ന് വേവിച്ച് കൊടുക്കട്ടോ. വേവിച്ചതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം അധികം ഇട്ട് കൊടുക്കാണ്ട്.
നമ്മൾ ചോറ് വെന്ത് വരുമ്പോൾ ചോറിൽ ഇതൊന്നും കാണൂല. നമ്മളൊരു ഇതൊക്കെ വാട്ടി കഴിഞ്ഞാണ്ടല്ലേ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ചോറ് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ അതിൽ വെന്ത് അലിഞ്ഞ് പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ പറയാം. നല്ലതായാലും നിങ്ങൾ കമൻറ്റിൽ കൂടെ പറയാം. പിന്നെ പോരായ്മകളും തെറ്റുകളൊക്കെ എല്ലാവരും അടുത്തും ഉണ്ടാവില്ലേ. പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യരെടുത്താണ് എല്ലാ തെറ്റുകളും ഉണ്ടാവുക. തെറ്റുകളിൽ നിന്നൊക്കെ മോചനം കിട്ടാനും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാനും അല്ല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ അല്ലേ. ഇന്നത്തെ കാലത്ത് പല ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമാണ് ലോകത്ത്. മാറാവ്യാധി രോഗത്തെ തൊട്ടൊക്കെ നമ്മൾ അള്ള കാക്കട്ടെ. അപകട മരണങ്ങൾ തൊട്ടൊക്കെ നേരം പോലത്തെ നമ്മളെ ബാക്കിയുള്ളവരും അയൽവാസികളും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ വണ്ടിയും തീർത്ത് പുറത്ത് പോകണവരല്ലേ. അപ്പം എല്ലാവരും പഠിച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഒരു ഇതൊക്കെ വാടി വന്നപ്പോൾ ഇനി നമുക്ക് ക്യാപ്സിക്കം അധികം ഇട്ട് കൊടുക്കട്ടോ. ഒന്ന് നല്ല വാടി വന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പാകത്തിനുള്ള വെള്ളം അളന്ന് വെച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അധികം ഒരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഓഫായി നോക്കിയപ്പോൾ അതുകൊണ്ടാണ് അത് കാണാഞ്ഞത്. ഇതിലേക്ക് നമുക്ക് മറ്റേ ക്യാപ്സിക്കം ചുവപ്പും മഞ്ഞയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. എൻ്റെ അടുത്ത് ഈ പച്ച മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് പച്ച മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തത്. നമ്മൾ പിന്നെ കുറച്ച് ചോറല്ലേ ഉണ്ടാക്കണുള്ളൂ, തോനെ ചോറൊന്നും ഇല്ലല്ലോ. പിന്നെ അതിനുള്ള സാധനങ്ങളാണ് മതി. കുറേ ഇട്ടാലും സാധനം തോനായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു മടുപ്പാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ എല്ലാ സാധനം ഒരു ഇതൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇത്രപ്പോരം അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പാത്രം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇനി ഒരു പാത്രം കൂടെ ഇതിലെടുക്കും. ഇതും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് വെള്ളം നല്ല തിളച്ച് വരുന്ന നേരത്ത് നമുക്ക് അരി തീമിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അരിയൊക്കെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളം ചോരാൻ വേണ്ടിയിട്ട്. ഇത് തിളക്കണ നേരത്ത് നമുക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പുണ്ട്, കാരണം നമ്മൾ ഉള്ളിയിലും കുറച്ച് വാട്ടും പെട്ടിന്ന് പിന്നെ സ്റ്റോക്കിലും കുറച്ച് ഉപ്പുണ്ടല്ലോ. പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതൊന്ന് അധികം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് മൂടി വെച്ചാണ്ട് കത്തിച്ച് കൊടുക്കാം കേട്ടോ തിളക്കിയിട്ട്. അപ്പോൾ തിളച്ച് വരുന്ന നേരത്തെ നമുക്ക് പിന്നെ ഇനി അരി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ആ ചിക്കനൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. കുറച്ചൊന്ന് ഓയിൽ വെച്ചാണ്ട് പിന്നെ എരിവില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ഇനി കുരുമുളകൊന്നും ആവശ്യമില്ല. നല്ല ഇറച്ചുമ്പോൾ നല്ല എരിവും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അതിലിട്ടാണ്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ആ മസാല ഒക്കെ ഒന്ന് നല്ലൊന്ന് കറുപ്പ് കളറാവും, നല്ല മുരിമുരിപ്പും വരുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധനം നല്ല വെന്തതല്ലേ. നമ്മളെ ചെറിയ പീസായതുകൊണ്ടാണ് വേഗം വെന്ത് കിട്ടിയത് കേട്ടോ. അല്ലെങ്കിൽ കുറേ നേരം വെച്ച് വേവേണ്ടി വരും. അപ്പോൾ നമ്മളെല്ലാ പീസും ഇതിൽ വെക്കൽ കഴിഞ്ഞ് ഇനി ഇടയ്ക്കൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒന്നിങ്ങനെ നേരിടുന്ന നേരത്തെ നമുക്കൊന്ന് മറിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു കളറായില്ലേ. അപ്പോൾ നമുക്കിതെല്ലാതും ഇതുപോലെ നേരം മറിച്ചിട്ട് കൊടുക്കട്ടെ. നമ്മൾ ചോറ് വിളമ്പുമ്പോൾ ഇനി ചോറിൻ്റെ മേലെ വെച്ച് കൊടുക്കുള്ളൂ, ഇത് വേറൊന്നും ചെയ്യില്ല കേട്ടോ. വലിയ പണിയൊന്നുമില്ല. ഇന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധനം. എന്നാൽ മടുപ്പില്ലേനോ.
ഒരുവിധം ആൾക്കാർക്കൊക്കെ തിന്നാനും പറ്റും. അത് നമ്മളെ വെള്ളം ഇവിടെ തിളക്കാനായിട്ടുണ്ട് കേട്ടോ. മരമൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ കത്തിച്ചാൽ തള തുടങ്ങും. നല്ല തിളച്ച് മുറയുണ്ട്. നമുക്ക് കഴുകി ഊറ്റി വെച്ച ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3/4 കിലോ അരിയാണിത്. എനിക്കിനി വല്ലാതെ വേവൊന്നും ഉണ്ടാവില്ല, കാരണം ഒരു മണിക്കൂറോളം അപ്പം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പം അരിയൊക്കെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ആദ്യം നല്ല തിളക്കോളം നല്ല സ്പീഡിലൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പീഡ് കുറച്ചിട്ട് ഇങ്ങനെ കത്തിച്ചാണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കണം നോക്കാൻ. അലുമിനിയം ചട്ടി ആയതുകൊണ്ടേ ചട്ടീൻ്റെ അടി വല്ലാതെ കട്ടിയൊന്നുമില്ല, അതുകൊണ്ടാണ്. നമുക്കിത് ഇനി വേറെ പാത്രത്തിൽ മാറ്റി കൊടുക്കാം കേട്ടോ. ഓരോന്നും നമുക്ക് ഓരോ പാത്രത്തിൽ മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് അങ്ങനെ ചോറ് നോക്കണം. പിന്നെ നമുക്ക് ഇതിലേക്കൊരു ചട്നി ഉണ്ടാക്കാണ്ട് കേട്ടോ, തക്കാളിൻ്റെ. അതൊന്ന് ഇതിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നോക്കട്ടെ ചോറിട്ടോ. ചോറൊക്കെ നല്ല തിളച്ച് ഉഷാറായി വേവുണ്ട് കേട്ടോ. നമുക്ക് ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം, കാരണം ഇനി ഓവറായിട്ട് ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ അടി പിടിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചെമ്പട്ടിക്ക് തീരെ കനല്ല അടിഭാഗം, വേഗം അടി പിടിക്കുവേ ചോറാകുമ്പോൾ. അപ്പോൾ ഞാൻ അടിയിൽ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വെക്കണ തട്ടാണത്. അതാണ്ട് വെച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് അടി കരിന്നുള്ള പേടിയില്ല കേട്ടോ. കുറച്ചും കൂടെയൊക്കെ വെള്ളം വറ്റാണ്ട് ആ വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും നമ്മളെ ചോറൊക്കെ വെന്ത് സെറ്റാവും. അപ്പോൾ അധികം ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 തക്കാളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ഞാൻ അരച്ചതായിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറച്ചിങ്ങനെ എടുത്ത് വെച്ചാണ്. പിന്നെ പച്ചമുളകും നല്ല എരിവുണ്ട് കേട്ടോ. പച്ചമുളക് 3 പച്ചമുളക് നമ്മളെ മരത്തിൽ നിന്ന് പൊട്ടിച്ചാണ്. പിന്നെ കുറച്ച് ചപ്പും പുതിനയും കൂടെ ഇട്ടിട്ട് കുറച്ച് സുർക്കി ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ടുകൊണ്ട് നമുക്ക് നല്ലൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഈ ചട്നി. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. നമുക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കാം. കട്ടിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളെ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചട്നി. കുറച്ച് കട്ടിയുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള ചട്നി കേട്ടോ. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ തുള്ളി ഉപ്പിട്ട് കൊടുക്കുക, ഒരു തുള്ളി സുർക്കിയാണ്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. ഉപ്പുണ്ടാവും നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ചോറൊക്കെ ഒരു ഇത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ട് അടിയിൽ തുള്ളി വെള്ളത്തിൻ്റെ ഒരു ഇത് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് മൂടിയാണ്ടൊന്ന് ചെറുതീയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ വറ്റിച്ചെടുക്കണോണ്ട് പിന്നെ നമുക്കിനി വേറെ പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ വെച്ച് ഊറ്റുകയാണെങ്കിൽ 2 പാത്രം വേണം. അപ്പോൾ നമ്മളെ ചോറൊക്കെ അതാ നല്ല വെന്ത് വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല സൂപ്പർ ചോറാട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ കുറച്ചെടുത്ത് മാറ്റണം കേട്ടോ.
ഒട്ടലൊന്നുമില്ല കേട്ടോ. നമുക്കിങ്ങനെ ചൂട് കൊടുക്കുക, ഇത് തീ ഇങ്ങോട്ട് ഓഫാക്കിയിട്ടല്ലേ ഉള്ളൂ, അതിൻ്റെ ഇതാണ്. അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ല സൂപ്പർ വിട്ടിട്ട ചോറാവും കേട്ടോ. അപ്പോൾ നമ്മളെ ചോറിന് ഇത്ര പണിയുള്ളൂ. എത്ര എളുപ്പമാണ് നമ്മൾ ചോറിൻ്റെ പണി കഴിഞ്ഞ്. ഇതാണ് നമ്മളെ ചോറും ചിക്കനും അനീത്ത് തന്നെ ചോറാട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റുള്ള ചോറാണ്. ഇതിലേക്ക് ഒരു ചട്നിയും ഉണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.